ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ സർവശക്തൻ എനിക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ പുകഴ്ത്തുന്നു. വചന കേൾവിക്ക് ദൈവസന്നിധിയിൽ കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാ ദിവസവും ദൈവം നമുക്ക് വേണ്ട ആത്മീയ ആലോചനകളെ തന്ന് ധൈര്യപ്പെടുത്തി ബലം തന്ന് കൃപ തന്ന് സന്തോഷത്തോടെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങളുടെ മുമ്പിൽ മനസ്സ് തുറന്ന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയേറ്റുവാൻ ഒരവസരം കൂടി ദൈവം തരുന്നതിനായിട്ട് ദൈവത്തെ വാഴ്ത്തുകയാണ്. എല്ലാവരെയും കർത്താവ് ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇന്ന് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആലോചനയ്ക്കായി ദൈവവചനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 88 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യമാണ്. സങ്കീർത്തനങ്ങൾ 88:12. അന്ധകാരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് ദൈവത്തിൻ്റെ നീതിയും വെളിപ്പെടുമോ? അന്ധകാരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുമോ? ചുരുക്കി പറഞ്ഞതാണ് ആ വാക്യത്തെ. അന്ധകാരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുമോ? അത്ഭുതങ്ങൾ, അതും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ. ജീവിതത്തിൽ അത് കൊതിക്കാത്ത ആരുണ്ട്? ഇന്നത് കേൾക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണേ, എൻ്റെ ഇന്ന വിഷയത്തിനകത്തൊരു അത്ഭുതം നടക്കണേ എന്നാഗ്രഹിക്കാത്ത പ്രാർത്ഥിക്കാത്ത എത്ര ദൈവവിശ്വാസികളുണ്ട്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ എത്രയോ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇനിയും എത്രയോ കാര്യങ്ങൾ നടക്കാനുണ്ട്. അല്ല, ഈ ദിവസങ്ങൾ തരണം ചെയ്യണമെങ്കിൽ, ഇപ്പോഴത്തെ അവസ്ഥകളിൽ നാം ജയാളികളാകണമെങ്കിൽ, ഇപ്പോഴത്തെ സങ്കടങ്ങൾ തീർന്നു കിട്ടണമെങ്കിൽ, ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നൊരത്ഭുതം നടന്നേ മതിയാകൂ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടാകും. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം അത്ഭുതങ്ങളാണ്. ആരോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്. ദൈവം അത്ഭുതങ്ങളിൽ കുറച്ച് ഒന്നും ചെയ്യുന്നില്ല. ശ്രേഷ്ഠരായ നേതാക്കന്മാരിൽ ആരോ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ, അഥവാ വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാൻ. നാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് വേണ്ടി മറ്റൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളൊക്കെ തന്നെ അത് ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ, എൻ്റെ അപ്പനും അമ്മയ്ക്കും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സഭാവിശ്വാസിയുടെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് സാമ്പത്തികമാകട്ടെ, കൈത്താങ്ങലാകട്ടെ, ആലോചനയാകട്ടെ, എന്തുമാകട്ടെ, മനുഷ്യർക്ക് തമ്മിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ചില വേളയിൽ ഡോക്ടർക്കോ എൻജിനീയർക്കോ ഒരു നീതിപാലകനോ ഭരണാധികാരിക്കോ ഒരു സഭാശുശ്രൂഷകനോ സ്വന്തം അപ്പനോ ജീവിത പങ്കാളിക്കോ പെറ്റ അമ്മയ്ക്കോ പോലും ഹൃദയം കൊണ്ട് ആഗ്രഹമുണ്ടെങ്കിലും മനസ്സുകൊണ്ട് നൊമ്പരമുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ മനുഷ്യർക്ക് പറ്റാത്ത നിസ്സഹായരായി പോകുന്ന വേളകളുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ, അങ്ങനെയുള്ള വേളകളിൽ നമുക്കൊരു ദൈവമുണ്ടല്ലോ, ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ തോറ്റു, നമുക്കിനി ഒന്നും ചെയ്യാനില്ല, നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി പരിശ്രമിച്ചു, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചു, എന്നിട്ട് നമുക്ക് ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ വരുന്നത് നമ്മെ സംബന്ധിച്ച് അത്ഭുത പ്രവൃത്തികളായിരിക്കും. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ സഹോദരിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ അവൾ ഫേസ് ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ അങ്ങനെ ഒരു ഭാരത്തിലാണോ? എന്നെ കേൾക്കുന്ന അമ്മമാരെ, അപ്പന്മാരെ, നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. കരട് പകുതി മുറിച്ചു കൊടുക്കാൻ മനസ്സുണ്ട്. പക്ഷെ അതൊന്നും നടപ്പാകാത്ത സ്ഥിതിയിൽ ആ വഴികൾ പോലും അടഞ്ഞു നിൽക്കുക. ഇനി മനുഷ്യർക്കോ മരുന്നിനോ അല്ലെങ്കിൽ പണത്തിനോ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ആ കാര്യത്തിലൊരു അത്ഭുതം പ്രതീക്ഷിക്കുക. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത്ഭുത പ്രവർത്തികളാണ്.
ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. ബൈബിളിൽ മനുഷ്യർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അത്ഭുതങ്ങളാണ്. സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ മോളിൽ കൊണ്ടുവന്നത് ആർക്കും ഇനി ഒന്നും ചെയ്യാനില്ല. വൈകുന്നേരം വരെ രാജാവ് പോലും, ഈ വിധിച്ച രാജാവ് പോലും അവനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. പക്ഷെ ദൈവം ഒരത്ഭുതം ചെയ്തപ്പോൾ ആൾ മുകളിൽ വന്നില്ലേ. ബന്ധിച്ച് തീച്ചുളക്കകത്തിട്ടവർ ആ പുസ്തകത്തിൽ തന്നെയുണ്ട്. നാലാമനായി ഇറങ്ങി വന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നില്ലേ. ഇങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ദൈവം പ്രവർത്തിക്കുന്നതെല്ലാം അത്ഭുതങ്ങളായിരിക്കും. ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം മരിച്ചിട്ടില്ല. ദൈവം ആ പദ്ധതി അവസാനിപ്പിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇന്നത്തെ ഈ വാക്യത്തിൻ്റെ പ്രമേയം? അവിടെ ഒരു ചോദ്യമാണ്. നമ്മൾ ചകഞ്ഞെടുത്ത വാക്കുകളാണ്. 88-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൻ്റെ ചോദ്യമാണ്, അന്ധകാരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുമോ എന്ന് ചോദിച്ചതിനകത്തൊരു മറുപടി അണ്ടർസ്റ്റുഡാണ്. ദൈവത്തിന് ഇപ്പോൾ എവിടെ അത്ഭുതം ചെയ്യാം? സമുദ്രത്തിൻ്റെ അടിയിലോ ആകാശത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഭൂമിക്കടിയിലോ എവിടെയും അത്ഭുതം ചെയ്യാം. നരകക്കുഴിയിലോ ശവക്കോട്ടയിലോ ശവക്കുഴിയിലൊക്കെ അത്ഭുതം ചെയ്യുന്നവനാണ് ദൈവം. പക്ഷെ ഇവിടെ ഒരു ആത്മീക അർത്ഥമാണ് ഇതിന് കൊടുക്കുന്നത് കേട്ടോ. ആത്മീയത, അതാണ് അർത്ഥമാക്കേണ്ടത്. അതാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ചത്. അന്ധകാരം, ഇരുട്ടിൻ്റെ പ്രവർത്തികൾ, അതിനകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇരുട്ട് കണ്ടാൽ ദൈവത്തിന് പേടിയാണോ? അയ്യോ ഒന്ന് ദൈവം ഒന്നും ചെയ്യില്ല, തിരിച്ചു പോകുന്നല്ല അതിനർത്ഥം. പിന്നെ എന്താണെന്നറിയാം, ബൈബിള് പരിശോധിക്കുമ്പോൾ ഈ കാര്യത്തെ വചനം കൊണ്ട് തെളിയിക്കുമ്പോൾ ദൈവം എവിടെയൊക്കെ അത്ഭുതം ചെയ്തിട്ടുണ്ടോ, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, അവിടെയൊക്കെ ദൈവം വെളിച്ചം കൊണ്ടുവന്നതിന് ശേഷമാണ് പ്രവർത്തിച്ചിട്ടുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 1:3 ഈ ഭൂമി ഇരുട്ടിൽ മൂടിക്കിടക്കുകയായിരുന്നു. എന്നിട്ട് ആരും അറിയാതെ ഇരുട്ടത്ത് കുറേ പരിപാടികൾ ചെയ്തിട്ട് ഒരു ദിവസം രാവിലെ കൊണ്ടുവന്ന് ഭൂമിയെ പൊക്കി മുകളിൽ വെച്ചതല്ല. പിന്നെയോ 1:3 ദൈവം ആദ്യമായി പ്രപഞ്ചത്തിൽ മുഴങ്ങിക്കേട്ട ആദ്യ ശബ്ദം വെളിച്ചമുണ്ടാകട്ടെ എന്നതാണ്. 1:3 വെളിച്ചം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ദൈവം 1-ാം ദിവസം ഇന്നതുണ്ടാകട്ടെ, 2-ാം ദിവസം ഇന്നതുണ്ടാകട്ടെ, വേർപെടേണ്ടത് വേർപെടട്ടെ, ഇരുട്ട് പോകേണ്ടിടത്തേക്ക് പോകട്ടെ, വെള്ളം എല്ലാം കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടട്ടെ, തെളിഞ്ഞ മണ്ണ് വെളിപ്പെട്ട് വരട്ടെ, അതിനകത്ത് സസ്യങ്ങളും വൃക്ഷങ്ങളും മുളയ്ക്കട്ടെ, അത് ജീവജാലങ്ങൾ ഉണ്ടാകട്ടെ. ഇതെല്ലാം സംഭവിച്ചത് വെളിച്ചം ഉണ്ടായതിന് ശേഷമാണ്. വെളിച്ചമുണ്ടായതിന് ശേഷമാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസ് അപ്പോസ്തലനെ കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ടിരിക്കുന്ന രംഗം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിനകത്ത് കാണുന്നുണ്ടല്ലോ. 12-ന്റെ വാക്യത്തിൽ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ആരും കൊണ്ടെന്ന് കത്തിച്ച മണ്ണെണ്ണ വിളക്കല്ലത്. ദൂതൻ ഇറങ്ങിയ മാത്രയിൽ അതിനകത്തൊരു വെളിച്ചം പ്രകാശിച്ചു. ആരും അറിയാതെ ഇരുട്ടത്തൊരു കള്ളൻ ആരെയോ പൊക്കിക്കൊണ്ടു പോകുന്നത് പോലെ അടിച്ചുകൊണ്ട് പോയതല്ല പത്രോസിനെ. വെളിച്ചം പ്രകാശിച്ചനന്തരമാണ് ചങ്ങലകൾ അഴിഞ്ഞു വീണത്, വാതിലുകൾ തുറക്കപ്പെട്ടത്, ആമം തകർന്നത്. കാരാഗ്രഹത്തിന് കാവൽ നിൽക്കുന്നവരുടെ കൺമുമ്പിലൂടെ അത്ഭുത പ്രവൃത്തികൾ നടത്തിയത് വെളിച്ചമുണ്ടായതിന് ശേഷമാണ്. ഞാൻ ഈ വാക്യങ്ങളൊക്കെ ചേർത്ത് വായിച്ചപ്പോൾ ഈ സങ്കീർത്തന വാക്യത്തിന് പ്രാധാന്യത മനസ്സിലാക്കി. വെളിച്ചമുണ്ടെങ്കിലേ ദൈവപ്രവൃത്തികൾ നടക്കുകയുള്ളൂ. ഇനി ഞാൻ സാരാംശം പറഞ്ഞു നിർത്തി നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഒരത്ഭുതം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇരുട്ടിൽ കിടന്നാൽ അത് സംഭവിക്കില്ലെന്നാണ് ഈ വാക്യം നമുക്ക് തരുന്ന ആഴം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വെളിച്ചത്തിലേക്ക് വരിക, വെളിച്ചത്തിലേക്ക് വരിക. കൊലോസ് ലേഖനത്തിൻ്റെ വാക്യമുണ്ട്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി. ഇരുട്ടിലിട്ടുകൊണ്ട് നമുക്കൊരിക്കലും ദൈവം അവകാശം തരില്ല. വെളിച്ചത്തിലേക്ക് വരിക. വെളിച്ചത്തിലേക്ക് വരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സത്യത്തിലേക്ക്, ദൈവിക വചനത്തിലേക്ക്, പരമാർത്ഥതയിലേക്ക്, ഉപദേശത്തിലേക്ക്, സത്യസഭയിലേക്ക്, സത്യ ഉപദേശത്തിലേക്ക്, മിഥ്യാധാരണകളെ വിട്ട്, പഴം തുണി പോലത്തെ പാരമ്പര്യങ്ങളെ വിട്ട്, തെറ്റാന്ന് മനസ്സിലാക്കിയിട്ടും അതിനകത്ത് കിടന്ന് കുഴയാതെ, ആ ഇരുട്ടിൽ കിടന്ന് മറയാതെ, ഞാൻ ഇച്ചിരി കർശനമായി പറയും, അത്ഭുതങ്ങൾ നടക്കണ്ടേ? ഇരുട്ടിൻ്റെ പിടിയിൽ നിന്ന് സ്വന്തം കുടുംബത്തെയും കൂടപ്പറപ്പിനെയും കുഞ്ഞുങ്ങളെയും ജീവിതത്തെയും സ്നേഹിക്കുന്നെങ്കിൽ ബാക്കി എല്ലാത്തിനും വിട്ടുകളഞ്ഞ് സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരാൻ പറ്റുമോ? നിങ്ങളുടെ ഹൃദയത്തിൽ ദീപം കത്തിക്കാൻ പറ്റുമോ?
ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കും. വിഗ്രഹങ്ങളുടെയും അനാചാരത്തിൻ്റെയും പഴയ പാരമ്പര്യത്തിൻ്റെയും പക്ഷത്തല്ല, എൻ്റെ ദൈവത്തിൻ്റെ സത്യപ്രകാശനത്തിൽ ഞാൻ നിൽക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ വെളിച്ചത്തിലേക്ക് ഈ ഭാരതീയ മുനീവരന്മാർ പോലും അവരുടെ പഴയ പ്രാർത്ഥനയിൽ, സ്നേഹങ്ങളിൽ അവർ പ്രാർത്ഥിച്ചതെന്താ? ഞങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ. തപസോമ ജ്യോതിർഗമയ എന്നുള്ള പ്രാർത്ഥനാ ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഏതൊരു ഭാരതീയനും? അവരൊക്കെ ആഗ്രഹിച്ചത് ഇരുട്ടിലാണ് ഞങ്ങൾ വെളിച്ചത്തിലേക്ക് നയിക്കുക. പ്രിയരെ, ഇരുട്ടിൽ കടന്നാൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമോ? അന്ധകാരത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടുമോ? ചോദ്യത്തിന് നിങ്ങളുടെ മനസാക്ഷി തന്നെ മറുപടി പറയട്ടെ. ഒളിച്ചിരിക്കരുത്, മറഞ്ഞിരിക്കരുത്, ആരെയും പേടിച്ച് നിൽക്കരുത്. ധൈര്യപ്പെട്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രകാശമുള്ളവരായി മാറും. എഴുന്നേറ്റ് പ്രകാശിക്ക്, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. നീ ദൈവത്തിൻ്റെ വെളിച്ചത്തെ സ്നേഹിക്ക്, ഇരുട്ടിനെ വെറുക്ക്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെ വെച്ചുകളാ, അതിന് കൂട്ടാളികളാകാതിരിക്ക്. പാപം ഇരുട്ടാണ്. പാപപങ്കിലമായ പശ്ചാത്തലത്തിൽ നിന്നും വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് അത്ഭുതങ്ങൾക്ക് വിധേയപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അന്ധകാരത്തിൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന ദൈവം അത്ഭുതം വെളിപ്പെടുത്തില്ല. നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് വരാമോ? അവൻ വെളിച്ചത്തിൽ നിൽക്കുന്നു, നിങ്ങളെ കൈകാട്ടി വിളിക്കുന്നു. വരാമോ വെളിച്ചത്തിലേക്ക്? നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഈ മാസം പോകുന്നതിനേക്കാൾ മുമ്പ് അത് ചെയ്യും. നമുക്കതിനായി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങേക്ക് ഞാൻ എപ്പോഴും ഈ ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ, അങ്ങനെക്ക് പ്രകാശിപ്പിച്ച് തന്നതുപോലെ, അങ്ങനെ ഓരോ നയങ്ങൾക്കും അടിസ്ഥാനപരമായിരിക്കുന്നൊരു രീതിയുണ്ട്. അത് വിട്ട് ദൈവം ഒന്നും ചെയ്യില്ല. ദൈവപ്രവർത്തിക്ക് ഒരു തത്വമുണ്ട്. അതെല്ലാം ഞങ്ങൾ ഓർപ്പിക്കുന്നതിന് നന്ദി. ആര് വെളിച്ചത്തിലേക്ക് വരുന്നോ അവർക്കായി അത്ഭുതം ചെയ്യുന്നവനാണ് ദൈവമെന്ന് എനിക്കറിയാം. അപ്പാ, സഭ മാറുന്നതോ സ്തോത്രം നീട്ടി പറയുന്നതല്ല, ശരിക്കും ജീവിതത്തിൻ്റെ ഇരുട്ട് മാറ്റി വെളിച്ചത്തിലേക്ക് വരാൻ അങ്ങയുടെ ഭക്തജനങ്ങൾക്ക്, അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് അവസരം കൊടുക്കണേ. അങ്ങനെ വെളിച്ചത്തിൽ വീര്യം പ്രവർത്തിക്കുന്ന മഹാദൈവത്തിൻ്റെ കൈക്കീഴവിന്ന് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രാപിപ്പാനിടയാക്കണമേ. അങ്ങ് അന്ധകാരത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമോ എന്നുള്ള ചോദ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ വിങ്ങലുളവാക്കട്ടെ. തുടർന്നും അനുഗ്രഹിക്കണം, കൃപയിൽ നിറയ്ക്കണം. ഈ കേൾക്കുന്ന ജനത്തിനൊരു അത്ഭുതം ആവശ്യമാണെങ്കിൽ അവരെ പരിശുദ്ധാത്മ ഉപദേശിച്ച് അങ്ങയുടെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. അത് വെച്ചവർ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.